ഗായ്സ്, ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാം കൂടി ഒരു ഗേൾസ് ഡേ ഔട്ട് അല്ലേ? എത്രയോ ഒരു വർഷം കഴിഞ്ഞ് ലാസ്റ്റ് ഇയർ എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് നമ്മൾ പോയത്. ഇന്ന് നമ്മൾ വീണ്ടും പോകുന്നു. ബാക്കി രണ്ടുപേരുണ്ട്, പുറകിലുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കിനി എവിടെയെങ്കിലും പോയിട്ട് കാണാം. ഹലോ, അപ്പോൾ ഇന്ന് ഒരു ഡേ ഔട്ടാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പോൾ ഇവരുടെ കൂടെ പുറത്തൊക്കെ പോയിട്ട് ഓൾമോസ്റ്റ് 1 ഇയർ ഒക്കെ ആയിട്ടോ. അതിൻ്റെ ഒരു നല്ല എക്സൈറ്റ്മെൻറ്റ് നമുക്ക് ഉണ്ടായിരുന്നു. എന്താവും എന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. നമ്മൾ വലിയ പ്ലാൻസ് ഒന്നും വെക്കാറില്ല കേട്ടോ. ജസ്റ്റ് എന്തെങ്കിലും ഇങ്ങനെ പറയും ഒരു മീറ്റപ്പ് വെക്കാമെന്ന്. അതും വൺസ് ഇൻ ഇയർ ഒക്കെ ആയിരിക്കും നമ്മൾ 4 പേരും കൂടെ ഒരുമിച്ച് പോകുന്നത്. ആക്ച്വലി ഇവരെൻ്റെ +1 +2 ഫ്രണ്ട്സാണ്. എന്തായാലും നമ്മൾ അവിടെ നിന്ന് നേരെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫുഡ് കഴിക്കാൻ ഓരോരുത്തരുടെ ഫോട്ടോസ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ എന്നെയാണ് കേട്ടോ ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ഇരിക്കുന്ന ഐറ്റംസിൽ നിന്നൊക്കെ കുറച്ച് 2 സാധനങ്ങൾ സെലക്ട് ആക്കി. ഒരു കാരമൽ പുഡിങ്ങും പിന്നെ ഒരു ബക്ലാവയും. ഞാനിതുവരെ ബക്ലാവ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു അത് കഴിച്ചാൽ നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നമുക്കത് അവർ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ, കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ എനിക്കൊന്നും പറയാനില്ല. വായി വെക്കാൻ ഒരു രീതിയിലും എനിക്കത് കഴിച്ചപ്പോൾ ഒരു ഗോൾഗേറ്റിൻ്റെ ടേസ്റ്റ്, ആ പേസ്റ്റിൻ്റെ ടേസ്റ്റാണ് എനിക്ക് വന്നത്. നമുക്ക് തന്നൊരു പിസ്ത ബക്ലാവ അങ്ങനെ എന്തോ ആയിരുന്നു ഞാൻ മേടിച്ചത്. കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ കാരമൽ ആ ഒരു കേക്ക് അത് നല്ലതായിരുന്നു. ഇത് കഴിച്ചപ്പോൾ എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോഴേ അറിയാം ഒരുമാതിരത്തെ ടേസ്റ്റ് ആയിരുന്നു. എനിക്കിഷ്ടമായില്ല, പേഴ്സണലി എനിക്കിഷ്ടമായില്ല. നമ്മളവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ആക്കി കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. ആക്ച്വലി നമുക്ക് വേറെ കുറേ അടുത്തൊക്കെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. അങ്ങനെ വലിയ പ്ലാനൊന്നും കൊടുക്കാതെ ഫുഡ് കഴിക്കാൻ പോയി. അതായിരുന്നു ഫുഡാണല്ലോ മെയിൻ. പിന്നെ നമ്മളവിടെ കഷ്ടപ്പെട്ടെന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു ഞാൻ എടുത്തു തരണം. നമ്മൾ അവിടെ എടുത്തു തന്നു. അങ്ങനെ ആ ചേട്ടൻ വന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു തന്നു. പിന്നെ ആ ചേട്ടന് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഒരു ഷോപ്പിൽ പോയി അവിടെ നിന്ന് 2 ഫോട്ടോ എടുക്കണമായിരുന്നു. അവിടെ നിന്നൊക്കെ എടുത്ത് അവിടെ നേരെ ഹയാത്തിലോട്ട് പോയി. അവിടെ പോകുമ്പോൾ മന്തി വാങ്ങണം, എന്തൊക്കെയോ വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ഇട്ടിട്ടാണ് പോയത്. അവിടെ ചെന്ന് നമ്മൾ നേരെ കയറി. നല്ല ആളൊക്കെ ഉണ്ടായിരുന്നു. ഹായ് ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഹയാത്തിൽ എത്തി ഗൈസ്. ഫുഡ് കഴിക്കാൻ വന്നു. നമ്മൾ കുറച്ച് വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്യണം ഗൈസ്. വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്യണം. കഴിഞ്ഞ വർഷം നമ്മൾ ബർഗർ കഴിക്കാനാണ് പോയത്. ഇപ്രാവശ്യം നമ്മൾ എന്തൊക്കെയോ മന്തിയാണ് മെയിൻ. എന്തൊക്കെയോ കഴിക്കാൻ വന്നു. കുറേ കഴിക്കും. അങ്ങനെ കുറേ കഴിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളുടെ ഫുഡിൻ്റെ മെനു ആയിട്ട് വന്നപ്പോൾ മന്തി റെഡി ആയിട്ടില്ലാന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. മന്തി ആലോചിച്ചിരുന്നു വന്ന് ഞങ്ങളുടെ അടുത്ത് മന്തി ഇല്ലയെന്ന്. പിന്നെ അവിടെ നിന്ന് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ പോകാനുള്ളൊരു ടൈമോ കാര്യങ്ങളോ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. ഈ കാണുന്ന ഫുഡൊക്കെ ഓർഡർ ആക്കി. വേറെയും കുറേയൊക്കെ ഓർഡർ ആക്കണം. ഈ ഇരിക്കുന്നവർക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയാൻ നമ്മൾ കഴിക്കത്തില്ല എന്ന്. അത് കഴിഞ്ഞ് ഈ പ്ലേറ്റിൽ ഇരുന്ന ഫുഡ് എത്രയും കഴിച്ചു. അതിനുള്ളൊരു സ്പേസൊക്കെ വയറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ലൈം മേടിച്ചു, അതൊക്കെ കഴിച്ചു. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഒരു ഡെസേർട്ടും കൂടെ ഓർഡർ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളൊരു ഡെസേർട്ട് ഓർഡർ ചെയ്തു. മസ്താനോ അങ്ങനെ എന്തോ പറയുന്നൊരു സംഭവം. ഈ ഐസ്ക്രീമും ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കിട്ടി. അങ്ങനെ അതും വന്ന് നമ്മൾ അതൊക്കെ കഴിച്ചു. നല്ലായിരുന്നു. പിന്നെ ഈ ഒരു ബേബീനെ അവിടെ വെച്ച് കണ്ടു. നമ്മൾ കഴിക്കുന്ന ആ ഒരു ഐസ്ക്രീമിനെ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഷ്ടം തോന്നി കേട്ടോ. കാരണം നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ, വേറെ ഒന്നുമില്ല അതിന്. പിന്നെ കൊടുക്കാൻ കുഞ്ഞി പിള്ളേർന്ന് അങ്ങനെ ഐസ്ക്രീം കഴിച്ചുകൂടാ. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ കൊണ്ടുവന്ന് ഈ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ടാറ്റാ.